ഫ്രണ്ട്സ് ഷംഷ. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കണ്ടാലോ. നമുക്ക് കറിയുടെ കൂടെ കഴിക്കാനും അല്ലാതെ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ വേഗം എന്താണെന്ന് കണ്ടു നോക്കാം. നമുക്കൊരു ബൗൾ എടുക്കാം. അതിലോട്ട് ഒരു 1/4 കപ്പ് ഇളം ചൂട് പാലാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. തണുത്ത പാൽ ഒഴിക്കരുത് കേട്ടോ, ചൂട് പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വിരലിട്ടാൽ പൊള്ളാത്ത വിധത്തിലുള്ള ആ ചൂട് മതി. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് ഒരു ടീസ്പൂണാണ് ഞാനിപ്പോൾ എടുക്കുന്നുള്ളത്. ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അത്ര തന്നെ ഈസ്റ്റ് എടുക്കാം. ഒരു 3/4 ടീസ്പൂൺ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഈസ്റ്റ് അല്ലാതെ എങ്കിൽ ഒരു 2 മിനിറ്റ് മുമ്പ് ഇളം ചൂട് പാലിൽ ഒന്ന് കുതിർത്തി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് മൈദപ്പൊടി, ഇതിന് പകരം നിങ്ങൾക്ക് ചപ്പാത്തി പൊടി ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കോഴിമുട്ട, അത് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. ആദ്യം ഒരു ഫോർക്ക് വെച്ചിട്ട് ഈ മുട്ടയും ഈ ഉപ്പും എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിനി കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് ഓയിൽ, അത്രയും മതി. അതും ഒഴിച്ചിട്ട്, വെള്ളം ഒട്ടും ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതാ ഞാൻ സോഫ്റ്റായിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമുക്ക് പൊങ്ങി വരാൻ ടൈം കൊടുക്കുക. അത് നിങ്ങളുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടായിരിക്കും ഇതുണ്ടാവുക. അതുവരെ നമുക്കൊന്ന് ഷോർട്ട് ബ്രേക്ക്. നമുക്ക് നമ്മുടെ ഡോ എന്തായെന്ന് നോക്കാം. അത് നല്ല രീതിയിൽ തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ടോപ്പിലോട്ട് ഒരല്പം പൊടി ഇട്ടിട്ട് നമുക്കിതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര എണ്ണം വേണം അത്രത്തോളം നമുക്ക് കട്ടാക്കി എടുത്തിട്ട് ഓരോ ഡോ ആക്കിയിട്ട് മാറ്റാം. ഇതിനെ ഇങ്ങനെ ഞാനിപ്പോൾ 4 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഉരുട്ടിയെടുക്കണം. നമുക്ക് 4 എണ്ണം ഒരു പൂരി വലിപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ 4 തുല്യ അളവിൽ ഒന്ന് പരത്തി എടുത്തിട്ട് വരാം. ഞാനിപ്പോൾ പരത്തി എടുക്കുമ്പോഴത്തേക്കും ഒന്ന് ഷേപ്പാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 5 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കൂട്ടിയിട്ട് 1 എണ്ണം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് എന്താ പറയുക, ഒരല്പം പച്ചപ്പാല് ഇതിന് മുകളിലിട്ട് ഒന്ന് ബ്രഷ് പോലെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. പാൽ നിങ്ങൾക്ക് ഇതിൽ കുഴക്കുമ്പോൾ ഞാൻ പാൽ ചേർത്തിട്ടാണ് കുഴച്ചത്. അത് അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് പകരം ഇളം ചൂടുവെള്ളം എടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും ഒരല്പം ഓയിലോ ഇല്ലെങ്കിൽ ചൂടുവെള്ളം തന്നെ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ എല്ലാത്തിനും ചേർത്തതിന് ശേഷം നമുക്ക് കയ്യിലുണ്ടെങ്കിൽ വെളുത്ത എള്ളുണ്ടാവുമല്ലോ, അത് ഞാനിതിന് ഈ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്തിട്ടാൽ മതി. നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളാണെങ്കിൽ അതിട്ടാലും മതി. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എള്ളൊക്കെ ചേർത്തത് നമുക്ക് ഇതല്ലേ ഹെൽത്തിന് നല്ല ഇതാണ്, അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് ഒരു ഉണക്കമുന്തിരി കിസ്മിസ് വെച്ച് കൊടുക്കാം. ഇതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് കത്തി കൊണ്ട് ഇങ്ങനെ കത്തിയുടെ നേരെ മറ്റേ ഭാഗം കൊണ്ട് ഇങ്ങനൊരു വരയിട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു ഡിസൈന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ചുറ്റിലും ഇതേപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം കേട്ടോ. പാനിലോട്ട് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കൂടുതൽ ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അധികം ചൂടാവേണ്ട ഓയിൽ. നമുക്ക് ഇനി തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഞാൻ അങ്ങനെ 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കാം. എന്നിട്ട് ആ സൈഡ് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതേ സൈഡിലും ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല വീർത്ത് വരുന്നുണ്ട്.
അങ്ങനെ ഞാനെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. കണ്ടല്ലോ, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതാ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ.